മഴ പെയ്താൽ നനയാത്തൊരു വീട് വേണം. തനിക്ക് ലഭിക്കുന്ന മെഡലുകളെല്ലാം സൂക്ഷിക്കാൻ അടച്ചുറപ്പുള്ള ഒരു വീടും വേണം. വേഗറാണിയായിട്ടുള്ള ദേവപ്രിയയുടെ ആഗ്രഹം ഇതായിരുന്നു. എന്തായാലും ആ ആഗ്രഹം CPM ജില്ലാ നേതൃത്വം ഏറ്റെടുക്കുകയും വീട് നിർമ്മിച്ചു നൽകാമെന്ന ഉറപ്പ് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. കുടുംബാംഗങ്ങളെല്ലാം തന്നെ നമ്മളോടൊപ്പം ചേരുകയും ചെയ്യുന്നുണ്ട്. കുടുംബം അതിൻ്റെ സന്തോഷത്തിലാണ്. അതിനു മുമ്പ് ദേവപ്രിയയുടെ ഈ വീട് കൽവരിമമുണ്ടിലുള്ള വീടാണ് ഈ കാണുന്നത്. ഈ വീടിനെ കുറിച്ചായിരുന്നു ദേവനന്ദ ഒരു പരാതിയായി പറഞ്ഞത്. ദേവനന്ദ പറഞ്ഞ പോലെ തന്നെ മഴ പെയ്താൽ നനയുന്നൊരു വീടാണ്. ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ ഭിത്തിയൊക്കെ ആകെ തകർന്നു വീഴാറായ ഒരു രീതിയിലാണ് നിൽക്കുന്നത്. വിള്ളലൊക്കെ വന്ന നിലയിലാണ് ഉള്ളത്. മുകൾ ഭാഗത്താണെങ്കിലും ഷീറ്റൊക്കെയാണ്. മഴ പെയ്യുമ്പോൾ നനയുന്നൊരു സാഹചര്യം ഉണ്ടെന്നാണ് കുടുംബാംഗങ്ങൾ തന്നെ പറയുന്നത്. മറ്റൊരു ദേവനന്ദയുടെ പരാതി, ഈ ലഭിക്കുന്ന അവാർഡുകളൊക്കെ സൂക്ഷിക്കാനായി ഒരു സ്ഥലമില്ല എന്നായിരുന്നു പറയുന്നത്. ഈ കാണുന്ന കുറേയധികം അവാർഡുകളുണ്ട്. ഇത് ദേവനന്ദയ്ക്കും ദേവപ്രിയയ്ക്കും അതോടൊപ്പം തന്നെ ദേവനന്ദയ്ക്കും കിട്ടിയ അവാർഡുകളൊക്കെയാണ് ഈ കാണുന്നത്. ഇതൊക്കെ കൃത്യമായി സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വീട് കൂടിയായിരുന്നു ദേവപ്രിയയുടെ ഒരു സ്വപ്നം. അതാണിപ്പോൾ സാക്ഷാത്കരിക്കാൻ പോകുന്നത്. ദേവപ്രിയയുടെ പിതാവ് പറയുന്ന പോലെ തന്നെ ഇതൊക്കെ ചാക്കിൻ്റെ അകത്ത് കെട്ടി സൂക്ഷിച്ചിരിക്കുകയായിരുന്നു ഇവിടെ ചെയ്യുന്നത്. ആകെ 7 പേരാണ് ഈ വീടിനുള്ളിൽ കഴിയുന്നത്. ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ ഏത് നിമിഷവും നിലം പൊത്താവുന്ന ഒരു അവസ്ഥയിലാണ് ഈ വീടൊക്കെ ഉള്ളത്. മഴ പെയ്താൽ ഈ ഷീറ്റൊക്കെ പൊട്ടി ഇതിൻ്റെ അകത്ത് നിന്ന് വെള്ളം ഇതിൻ്റെ അകത്തേക്ക് വീഴുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. സുരക്ഷിതമായി ഒന്ന് ഉറങ്ങാൻ പോലും കഴിയാത്തൊരു വീടായിരുന്നു ഇത്രയും കാലം ദേവപ്രിയയ്ക്കും ദേവനന്ദയ്ക്കും ഒക്കെ ഉണ്ടായിരുന്നത്. അതിനാണ് ഇപ്പോൾ പരിഹാരം ഉണ്ടാകാൻ പോകുന്നത്. നമുക്ക് മാതാപിതാക്കൾ, ദേവപ്രിയയുടെ മാതാപിതാക്കളാണ് നമ്മുടെ കൂടെ ചേരുന്നത്. നമുക്ക് അവരോട് തന്നെ പ്രതികരണം ചെയ്യിക്കാം. ചേട്ടാ, അവസാനം ആ സ്വപ്നം സാക്ഷാത്കരിച്ചിരിക്കുകയാണ്, വീട്, അതോടൊപ്പം തന്നെ ഒരു റെക്കോർഡും. വീട് ഭയങ്കര ഒരു സ്വപ്നമായിരുന്നു. രാത്രി കാലങ്ങളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി ഈ കഴിഞ്ഞ ഭയങ്കരമായ കാറ്റും മഴയ സമയത്ത് ഞങ്ങൾ എഴുന്നേറ്റ് കട്ടിലിരിക്കുന്ന ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ട്. അതിനിടയ്ക്ക് കുറേ കാലാവസ്ഥ മാറാതെ വന്നു കഴിയുമ്പോൾ നമ്മളൊരു സുഹൃത്തിൻ്റെ റിസോർട്ടുണ്ട് തൊട്ട് താഴെ. 2 റൂം, ആളൊന്നും വരുന്നില്ല ഇപ്പോൾ അവിടെ, അങ്ങനെ ആൾ വരവില്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ ഇവരെല്ലാവരും കൂടെ കൂട്ടിയാലും അവിടെ പോയി കിടക്കുന്ന ഒരു സിറ്റുവേഷനിലൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം ഞാൻ പറഞ്ഞിരുന്നു, റോമി സഹാവിനോട് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അതിനെല്ലാം നമുക്ക് ഉടൻ തീരുമാനം ഉണ്ടാക്കിത്തരാം എന്ന് പറഞ്ഞ് എന്തായാലും അത് നടപ്പാക്കി തന്നു. റെക്കോർഡ് സ്വപ്നം കണ്ടതാണോ? റെക്കോർഡ് ലഭിക്കുമെന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നാളുകൾക്ക് മുമ്പ് സാറിൻ്റെ അടുത്ത് തന്നെ, അതായത് അവിടെ ഗ്രൗണ്ടിൽ ഓടിയപ്പോൾ തന്നെ സാറ് തന്നെ അവളോട് പറഞ്ഞു, നീ റെക്കോർഡ് തകർക്കൂലോ എന്ന് തന്നെ പറഞ്ഞോളൂ. അതുപോലെ തന്നെ സംഭവിച്ചു. 38 വർഷം മുമ്പിലത്തെ റെക്കോർഡാണ് ഇപ്പോൾ ഇവൾ സാക്ഷാത്കരിച്ചിരിക്കുന്നത്. അതൊരു ഭയങ്കര നേട്ടം തന്നെയാണ്. ഞങ്ങളത് വളരെ എന്നുവെച്ചാൽ ഇവരുടെ ഉറപ്പായിരുന്നു. അവരുടെ ആ ഉറപ്പെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കത് ഭയങ്കര വിശ്വാസമായിരുന്നു. സാറും അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമുക്കത് ഉറപ്പായി. ഇതിനിടയ്ക്ക് അവൾക്കൊരു വയ്യാഴിക വന്നായിരുന്നു, പനി കയറി പിടിച്ചു. ഈ കാലാവസ്ഥയിൽ പനി കയറി പിടിച്ച് 1.5 മാസം മുമ്പ് പനി കയറി പിടിച്ചു. അപ്പോൾ ഇവിടെ ചെറിയൊരു മത്സരം നടന്നു കഴിഞ്ഞപ്പോൾ അതിന് അവളുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റിൽ വന്നു. ടൈമൊക്കെ ഭയങ്കര വ്യത്യാസമായിരുന്നു. അപ്പോൾ സാറ് പറഞ്ഞു അതിന് വേറെ പോകണ്ട, സ്റ്റേറ്റിലേക്ക് പോകണ്ട, അത് മത്സരിക്കേണ്ടെന്ന് പറഞ്ഞു. അത് മത്സരത്തില്ല, പോയില്ല. പക്ഷേ അതെല്ലാം കഴിഞ്ഞ് സാറ് തന്നെ പറഞ്ഞു അവൾ റിക്കവർ ആയിക്കോളും പറഞ്ഞു. എന്തായാലും വന്ന് നല്ല നിലയിൽ തന്നെ മത്സരം ജില്ലയിലും കാഴ്ചവെച്ചു, സ്റ്റേറ്റിലും കാഴ്ചവെച്ചു. അത് തന്നെ വളരെ നല്ല നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ എന്തായാലും നേടിയെടുത്തു. ചെറുപ്പം എന്ന് പറഞ്ഞാൽ ഒരു ഇടക്കാലം, ഒരു 4ാം ക്ലാസ്സൊക്കെ തൊട്ട്, അതിനു മുമ്പ് അറിയത്തില്ല ഒന്നും. അവർ 2 പേര് അതെ സ്പോർട്സിൽ അത് നമ്മളായിട്ട് കണ്ടല്ലോ. സ്കൂളിൽ നിന്ന് തിരഞ്ഞെടുത്തപ്പം ഈ സ്കൂളിലൊക്കെ ഇവർ ചെറിയ മത്സരങ്ങൾ നടക്കണല്ലോ. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ സാറ് കണ്ടുപിടിച്ച കുറേ കുട്ടികളാണ്, അതിൽ ഉള്ള കുട്ടികളാണെന്ന് കണ്ടുകഴിഞ്ഞപ്പോൾ അവർക്ക് പരിശീലനം കൊടുത്തു കഴിഞ്ഞപ്പം ഇവർ മികച്ച കുട്ടികളായി മാറി. അത് സാറിൻ്റെ കഴിവാണ്. അത് ഭയങ്കര ഒരു പറയാതിരിക്കാൻ പറ്റത്തില്ല. അതാ ഇവള് സ്റ്റേറ്റിൽ ആദ്യമായിട്ടാണ്. അല്ല, കഴിഞ്ഞ കൊല്ലം വേഗറാണി ആയിരുന്നു. സബ് ജൂനിയർ തന്നെ വേഗറാണി, അതും നാഷണലിലും പോയി. 2 പേരും എന്തായാലും നല്ല രീതിയിൽ തന്നെ അവരെ കൊണ്ട് കഴിയുന്ന ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നതിൻ്റെ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ച് പറഞ്ഞാൽ അവർക്ക് പ്രത്യേകിച്ചൊരു, ഇപ്പോൾ ഒരു വില കൂടിയ ഡ്രസ്സ് ഇട്ടൊരു കൊച്ചു പോകുന്ന കണ്ടു കഴിഞ്ഞാൽ അതെനിക്ക് മേടിച്ചതാണ്, അങ്ങനെയൊന്നും ഇതുവരെ അവർ പറഞ്ഞിട്ടില്ല. നമ്മൾ എന്തുണ്ടാക്കി കൊടുക്കുന്നോ അതല്ലാതെ എനിക്ക് ഇന്നത് വേണം എന്നൊന്നും അവർ ഇന്നുവരെ പറഞ്ഞ ഒരു സാഹചര്യമില്ല. പ്രത്യേകിച്ച് ദേവപ്രിയയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. അവൾ എവിടെയെങ്കിലും പോകുമ്പം മൂത്തവളെന്ന് പറഞ്ഞാൽ മൂത്ത കുട്ടി എന്നുള്ളൊരു പരിഗണന വരുന്നുണ്ടല്ലോ. അപ്പോൾ അവൾ ചെല്ലും എനിക്കത് വേണം. ചെറിയ കേസുകളൊക്കെ കാണുള്ളൂ, അത് നമ്മളത് മേടിച്ച് കൊടുക്കും. പക്ഷേ ഇളയവൾ അങ്ങനെ ഒരു സംഭവമൊന്നുമില്ല. അവൾക്ക് ഇന്നത് വേണോ, എനിക്ക് വേണ്ട,
ഒന്നുകൂടെ ചോദിച്ചാൽ എന്നാൽ ചെറിയതെങ്കിലും മേടിച്ചതാണ്, ഇത്രയേ ഉള്ളൂ. അല്ലാതെ അവർക്ക് അങ്ങനെ യാതൊരു നിർബന്ധം ഇന്ന് വരെ ഞങ്ങളങ്ങനെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല. പക്ഷേ അവരുടെ ആരോഗ്യം നോക്കേണ്ട ഒരു കടമ നമ്മുടെ ഉണ്ടല്ലോ, അത് നമ്മൾ കൃത്യമായിട്ടും പരിപാലിച്ചെന്തായാലും അതിനുള്ള പ്രതിഫലം നമുക്ക് കിട്ടി. ഇപ്പോൾ അവൾ വന്ന ഉടൻ തന്നെ വീടിൻ്റെ ഇതേ സ്ഥലത്ത് തന്നെ ഇതേ സ്ഥലത്ത് തന്നെ ചെയ്യാനായിട്ടാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇന്ന് തന്നെ അതിൻ്റെ ആളിവിടെ വരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാലാവസ്ഥ ഇച്ചിരി മോശമായതുകൊണ്ട് എങ്കിലും അതൊന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇന്ന് വരുമെന്നാണ്. ജില്ലാ സെക്രട്ടറി തന്നെ എന്നെ നേരിട്ട് വിളിച്ച് പറഞ്ഞു വരും ഇന്ന് തന്നെ ഇവിടെ ആളെത്തും, വന്നു കഴിയുമ്പം തറക്കല്ലിടാനുള്ള സംവിധാനം എല്ലാം നോക്കിക്കോ എന്ന് പറഞ്ഞ്. ഇപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ പൊളിക്കാതെ പറ്റുന്ന ഒരു സാഹചര്യമല്ല, പൊളിച്ചേ പറ്റുള്ളൂ. മൊത്തം പൊളിച്ച് മാറ്റുന്ന എങ്ങോട്ടെങ്കിലും മാറ്റി അടുത്ത് താങ്ങാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊന്ന് നോക്കിക്കോ, അത് ഉടൻ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞ് പുള്ളി കർശനമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. തീർച്ചയായിട്ടും അമ്മ കൂടി ചേരുന്നുണ്ട്. അമ്മ സന്തോഷമായല്ലേ? സന്തോഷമായി, ഒരുപാട് സന്തോഷമായി. ഏറെക്കാലത്തെ ഒരു ആഗ്രഹം കൂടിയായിരുന്നു, ഒരു വീടും അതോടൊപ്പം തന്നെ റെക്കോർഡും. അതെയായിരുന്നു, രണ്ടും ഇപ്പോൾ സാധിച്ചിരിക്കുന്നു. ഇനി എന്താണ് മക്കളിൽ നിന്നും ദേശീയ തലത്തിലേക്ക് പോവാ? കൂടുതൽ ഉയരങ്ങളിലേക്ക് പോവുക, ദേശീയ തലത്തിൽ പോവുക, പിന്നെ ഒളിമ്പിക്സിലൊക്കെ പങ്കെടുക്കണം, അങ്ങനെയൊക്കെയാണ് ആഗ്രഹം. ഇതാണ് ഇളയാളാണല്ലേ? ചേച്ചിമാർക്കൊക്കെ സമ്മാനം കിട്ടി അറിഞ്ഞായിരുന്നോ? സന്തോഷായോ? ആർക്കാ സമ്മാനം കിട്ടിയേ? എല്ലാവർക്കും സമ്മാനം കിട്ടിയല്ലേ? ഇനി എന്നാ മത്സരിക്കാൻ പോണേ? സമ്മാനം വാങ്ങണ്ടേ? വേണ്ടേ? സ്കൂളിൽ പോവാണോ? ദേവുവിനെ പോലെ ഓടാൻ പോവാണോ? ആണോ? എന്താണെങ്കിലും ദേവപ്രിയയുടെ കുടുംബമാണ് നമ്മുടെ കൂടെ ചേരുന്നത്. സന്തോഷം പങ്കുവയ്ക്കുകയാണ് എല്ലാവരും. റെക്കോർഡ് അത് സാധിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ വീടിൻ്റെ നിർമ്മാണ പ്രവർത്തികൾ ഉടൻ തന്നെ ആരംഭിക്കും. ദേവപ്രിയ ഇവിടെ എത്തുന്ന എന്നാണോ അന്ന് തന്നെ ഇപ്പോഴുള്ള ഈ വീട് പൊളിച്ച ശേഷം ഇവിടെ തന്നെ തറക്കല്ലിട്ടുകൊണ്ട് ഇവിടെ തന്നെ ആ വീടിൻ്റെ നിർമ്മാണ പ്രവർത്തികളുമായി മുന്നോട്ട് പോകാനാണ് CPM-ൻ്റെ ജില്ലാ നേതൃത്വത്തിൻ്റെ തീരുമാനം. ആ നടപടിക്രമങ്ങളിലേക്ക് ഉടൻ തന്നെ കടക്കുമെന്നാണ് നേതൃത്വം അറിയിക്കുകയും ചെയ്യുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് റിജോയ്ക്കൊപ്പം റിപ്പോർട്ടർ രാഹുൽ സുരേഷ്, റിപ്പോർട്ടർ ഇടുക്കി.